കൂണുകറി വെക്കുമ്പോഴേ ഈ അരി വറുത്ത് അതിൽ പൊടിച്ച് ചേർക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇതിൽ നിന്ന് തന്നെ ഞാൻ 2 എണ്ണം ഇപ്പോൾ ഇത് ഇങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. കാരണം ഈ ചെറിയ കൂണ് വെച്ചിട്ട് നമുക്കൊരു തോരനും കൂടെ ഉണ്ടാക്കണം. നമ്മുടെ കൂണുകറി കറക്റ്റ് വെന്ത് പാകമായിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഞാൻ തുറന്നു നോക്കട്ടെ. എല്ലാം നല്ല വറ്റി കറക്റ്റായിട്ടിരിപ്പുണ്ട്. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതെൻ്റെ മുഖത്ത് കാണാനില്ലേ? അതെന്താണോ? ഇത് കർക്കിടക മാസമല്ലേ? കർക്കിടക മാസത്തിൽ നമ്മളെല്ലാവരും ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്തായാലും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് നിങ്ങൾ തമ്പുലേനിൽ കണ്ടത്. അതായത് കർക്കിടകത്തിലാണ് സാധാരണയായിട്ട് നമ്മുടെ വീട്ടുവളപ്പിലേക്ക് ഒരുപാട് കൂണുകളൊക്കെ ഉണ്ടാകുന്നത്. പല തരത്തിലുള്ള കൂണുകൾ ഉണ്ടാവും. അതുപോലെ ഇവിടെയും 2-3 ദിവസമായിട്ട് നല്ല കനത്ത മഴയുണ്ടായിരുന്നു. പിന്നെ നമ്മുടെയൊക്കെ വീട്ടിൽ പ്രായമുള്ളവർ പറയാറില്ലേ, കർക്കിടകത്തിലെ മഴയ്ക്കൊപ്പം ഇടിമുഴക്കം കൂടെ ഉണ്ടായാൽ ഒരുപാട് കൂണുകളൊക്കെ മുളച്ച് വരുമെന്ന്. അപ്പോൾ ഇവിടെ ഇതുപോലെ ഇന്നലെ നല്ല ഇടിമുഴക്കം, ഭയങ്കരമായിട്ടല്ല, ചെറിയൊരു ഇടിമുഴക്കം ഉണ്ടായി. ആ പ്രതീക്ഷയിലാണ് ഞാൻ നേരം വെളുത്തപ്പോൾ ഇങ്ങോട്ട് പോയത്. എൻ്റെ വീട്ടുവളപ്പിലേക്ക് ഇറങ്ങി ചെന്നത്. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയോ? ഈ 2 എണ്ണം മാത്രമല്ല, അവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന വെറൈറ്റി കൂണുകളാണ് കിട്ടിയത്. ഇതെനിക്ക് ഇന്ന് രാവിലെ ഞാൻ പറിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് വൈകുന്നേരം വീണ്ടും ചെന്നപ്പോൾ ഇതുപോലൊരു 4 എണ്ണം കൂടെ എനിക്ക് കിട്ടി. അത് പോരാഞ്ഞിട്ട് ഇതുപോലെ കുറേയധികം കുഞ്ഞു കൂണുകളും കിട്ടി. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റം. ഇതാണ് കൂണ്. ഇപ്പം സാധാരണ കൂണിന് കുറേ പേരുകളുണ്ട് അല്ലേ? പാവക്കൂണ്, പെരുങ്കൂണ്, വെള്ളാരം കൂണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഏതാണ് ഇതെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ ഇത് കച്ചിക്കൂണാണോ ഉപ്പുകൂണാണോ എന്ന് ചോദിച്ചാൽ അതും എനിക്ക് നിശ്ചയമില്ല. എന്താണേലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇന്ന് കൂണ് വെച്ചിട്ട് നമ്മൾ വറുത്തരച്ചൊരു കറി വെക്കും. അതോടൊപ്പം ഈ ചെറിയ കൂണ് വെച്ചിട്ട് നമ്മളൊരു തോരന ഉണ്ടാക്കും. വെച്ചിട്ട് നമ്മൾ ഇന്ന് 2 വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആദ്യം ഞാൻ ചെയ്യുന്നത് നമ്മൾ വറുത്തരച്ച കറിയില്ലേ, നല്ല നാടൻ കൂണുകറിയാണ്. തേങ്ങ ഒക്കെ വറുത്തരച്ച് മസാല ചേർത്തിട്ടുള്ള കൂണുകറിയാണ്. പിന്നെ ഇതിൽ നിന്ന് തന്നെ ഞാൻ 2 എണ്ണം ഇപ്പോൾ ഇത് ഇങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. കാരണം ഈ ചെറിയ കൂണ് വെച്ചിട്ട് നമുക്കൊരു തോരനും കൂടി ഉണ്ടാക്കണം. ആദ്യം നമ്മൾ നല്ല നാടൻ കൂണുകറിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മുടെ കൂണ് നല്ല ഫ്രഷ് ആക്കി എടുക്കണം. ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒടിച്ചെടുത്താൽ മതി. അപ്പോൾ അതിൽ കരിന്തോലിങ്ങനെ പൊളിഞ്ഞു പോരും. അത് ഓരോ പീസായിട്ട് അങ്ങനെ എടുക്കുക. എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഇത് കണ്ടോ, പൊളിഞ്ഞിങ്ങി പോരുന്നുണ്ട്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കൂണിൻ്റെ പ്രത്യേകത എന്താ? നല്ല കടുപ്പമായിരിക്കില്ലേ? ഇതങ്ങനെയല്ല, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഒരുപാടൊന്നും ചെത്തിക്കളയണ്ട. ഇതിന് ശേഷം നമ്മൾ ഈ കൂണിൻ്റെ തണ്ടില്ലേ, അതിൻ്റെ ഈ കരിന്തോൽ ഇതുപോലെ കത്തി വെച്ചിട്ട് അങ്ങ് ചെത്തിക്കളയാം. എന്നുവെച്ചാൽ ഒരുപാട് കപ്പയുടെ തോല് പൊളിക്കുന്നതൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് പോറിച്ച് വിട്ടാൽ മതി. ആ മണ്ണൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കുക. ഇതുണ്ട്, ഇതിൻ്റെ ഈ തണ്ടിലൊക്കെ ഈ മണ്ണ് പറ്റിയിരിപ്പുണ്ടല്ലോ, അതൊക്കെ ഇതുപോലെ ഒന്ന് ചെത്തി കളയാം. ഇതിന് ശേഷം നമ്മൾ ഇതിന് ചെറിയതായിട്ട് നുറുക്കിയിട്ട് മഞ്ഞൾ വെള്ളത്തിൽ ഒരു 1/2 മണിക്കൂറും കൂടി ഇടണം. എന്നിട്ട് വേണം ഇത് കറി വെക്കാൻ എടുക്കാനായിട്ട്. ഇതാദ്യം നമ്മൾ ആദ്യം അരിയുന്നില്ല, ഇതുപോലെ ഓരോ കൂണും നമ്മൾ ഫ്രഷ് ആക്കിയത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നു. എന്നിട്ട് ചെറിയ പീസായിട്ട് നമ്മൾ നുറുക്കുന്നുള്ളൂ. ഇത് വേഗം അങ്ങ് ചെയ്യാം.
നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ ഞാൻ പച്ചവെള്ളം ഒഴിച്ചിട്ട് മഞ്ഞളും ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് നുറുക്കിയിടാം, ചെറിയ പീസായിട്ട് നുറുക്കിയിടാം. മഞ്ഞൾ വെള്ളത്തിൽ ഒരു അരമണിക്കൂർ നമുക്കത് മഞ്ഞൾ വെള്ളത്തിലേക്ക് മാറ്റി വയ്ക്കാം. കാരണം ഈ കൂണിനകത്ത് എന്തെങ്കിലും ഒരു വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ മഞ്ഞൾ വെള്ളത്തിൽ കിടന്ന് അതെല്ലാം സെറ്റായി മാറിക്കിട്ടും. നാടൻ കൂണുകറി വെക്കാൻ വേണ്ടി നമുക്ക് വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ്. ഒരു തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, ഒരു 15ഓളം വരുന്ന ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾ പൊടി, ഗരം മസാല, തേങ്ങാക്കൊത്ത്, ഒരു 3-4 പീസ് തേങ്ങാക്കൊത്തുണ്ട്, കടുക്, പിന്നെ ഇതിനകത്ത് നമ്മൾ കുത്തരിയില്ലേ ഒരു 3-4 സ്പൂൺ, ഒരു 4 സ്പൂണ് കുത്തരി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, കടുക് താളിക്കാനായിട്ട് കടുക്, വറ്റൽ മുളക്, ഉള്ളി, പിന്നെ എണ്ണ, ഉപ്പ്. കൂണെല്ലാം നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചു. കറിക്ക് വേണ്ട മസാലകളൊക്കെ പരിചയപ്പെട്ടു. ഇനി നമുക്ക് ആദ്യം തന്നെ അരി വറുത്തെടുക്കാം. അരി വറുത്തതിന് ശേഷമാണ് നമ്മൾ തേങ്ങായും കൂടെ വറുത്തെടുത്തിട്ട് ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മൾ കൂണുകറി വെക്കുമ്പോഴേ ഈ അരി വറുത്ത് അതിൽ പൊടിച്ച് ചേർക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നു. മുളക് പൊടി, ഇത് പിരിയമുളകാണേ, അപ്പോൾ അത് ഒരു സ്പൂണ് പിരിയമുളക് പൊടി ചേർക്കുന്നുണ്ട്. അടുത്ത മല്ലിപ്പൊടിയാണ്, മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നു. പിന്നെ ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ചാണ്, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയോടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ പൊടികളൊന്ന് മൂക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ വറുത്തതിലേക്ക് എന്തിടാം, നമ്മൾ ഈ അരി വറുത്തതും കൂടി ഇടാം. എന്നിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. അരപ്പ് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേഗം ചട്ടിയൊക്കെ വെച്ച് നമുക്ക് കടുക് പൊട്ടിക്കാം. ഈ തേങ്ങ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും ഈ 2ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇതുണ്ടോ 2 പീസായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്, അതും കൂടി ഇതിലേക്കിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതോടൊപ്പം തന്നെ നമ്മൾ ഫ്രഷ് ആക്കി കഴുകി വെച്ചിരിക്കുന്ന കൂണും കൂടെ ഇതിലേക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാവേ. കുറച്ച് ഉപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർക്കുന്നു. പിന്നെ അധികം വെള്ളം ഒഴിക്കണ്ട, കൂണ് നമ്മൾ വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്തുകൊണ്ട് അതിനകത്ത് അത്യാവശ്യം വെള്ളമുണ്ട്. ഈ അരപ്പ് കഴുകി ഒഴിക്കുന്ന വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ കൂണുകറി കറക്റ്റ് വെന്ത് പാകമായിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഞാൻ തുറന്നു നോക്കട്ടെ. എല്ലാം നല്ല വറ്റി കറക്റ്റായിട്ടിരിപ്പുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ചെയ്യുന്നത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട്. കാരണം ഗരം മസാല എപ്പോഴും ഫ്രഷ് ആയിട്ട് ഇടുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് കിട്ടും. ഒരു 1/4 ടീസ്പൂണേ ഇടുന്നുള്ളൂ. പിന്നെ ഇനി നമുക്കൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതൊരു പൊടിക്ക് ഒഴിച്ചാൽ മതി.
പിന്നെ എൻ്റെ ഒരു വീക്ക്നെസ്സാണ് ഈ കറിവേപ്പില. ഒരു തണ്ട് കറിവേപ്പിലയോടെ ഞാൻ ഇതിനകത്തിടുവാണ്. ഗ്യാസ് ഓഫ് ചെയ്യും. അങ്ങനെ ഇതാ നമ്മുടെ നാടൻ കൂണുകറി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നല്ല നിറവും നല്ല ചൂടും നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പിന്നെ എന്ത് വേണം, കുറച്ച് ചൂട് ചോറ് ഈ കൂണുകറിയോട് കൂട്ടി അങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും കൂണ് കിട്ടുകയാണെങ്കിൽ ഇതാ ഇതുപോലൊന്ന് വെച്ച് നോക്കുക. സൂപ്പറായിരിക്കും, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ചോറും കൂണും കൂടി ആയിട്ട് നിർത്തുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയി ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.